ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ദോശയും ചമ്മന്തിക്കറി. അപ്പം ഇന്ന് ഞാൻ വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ആവശ്യമായ തേങ്ങ, ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ ഉപ്പ് നമ്മൾ അതിൽ ഒഴിക്കുകയാണല്ലോ. അപ്പം ഇത് മിക്സിയുടെ ജാറിലോട്ടിടാം. ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് അരയും. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉലുവെള്ളത്തിന് അടുപ്പിൽ വെച്ച് ഞാൻ ഇത് തിളയ്ക്കാൻ വെച്ചിരിക്കും കുടിക്കാൻ. അപ്പം ഇത് ഇട്ട് കൊടുക്കാം. ഇനി അരഞ്ഞ് ഇനി ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി വയ്ക്കാം. ഒരടുപ്പിൽ ചോറ് ആവിയേറ്റാൻ വെച്ചേക്കാണ്. ചോറ് വെച്ചത് കൊണ്ട് അങ്ങനെ പിന്നെ അതിനെ ഇഡലി തട്ടിൽ വെച്ച് ആവിയേറ്റും. വെള്ളത്തിട്ട് തിളപ്പിക്കില്ല. തട്ടിൽ വെച്ചിട്ട് ആവിയേറ്റി എടുക്കും. നല്ല ചോറാണ്, നല്ല തുറുതുറായിരിക്കും. ഇങ്ങനെ നമ്മൾ ചട്ടി വെച്ച് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടട്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് ഇനി ഇളക്കി കൊടുക്കാം. ഈ വറുത്തിട്ട് അല്ലെങ്കിൽ ഉള്ളി മൂത്ത് വന്ന് ഇനി ചമ്മന്തിക്കറിക്ക് ഒഴിച്ചു കൊടുക്കുക. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. വെള്ള ചമ്മന്തി ദോശയ്ക്ക് നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ള ചമ്മന്തി. വെള്ളം നന്നായിട്ട് ഒഴിച്ച് അടപ്പിലൊക്കെ ഇരിക്കുന്ന തേങ്ങ ഇത് വെള്ളം കുറവ് ഒരുപാട് വെള്ളം വേണ്ട. കുറച്ച് ഞാൻ ഒഴിച്ചു നോക്കട്ട്. വെള്ളം നോക്കണ്ട. ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര വെള്ളമാവാത്ത. ഇനി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. പൊടി ഉപ്പാണെങ്കിലും ഞാൻ ഇങ്ങനെ ഒഴിക്കണ എല്ലാത്തിനും കറിയൊക്കെ ഇതുപോലെ ടിന്നിലിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയാണ് ഒഴിക്കുന്നത്. അപ്പം അടിയിൽ നമ്മളിനി എത്രയായാലും മണൽ കാണും. പക്ഷെ ആരെയൊക്കെ അത് അറിഞ്ഞൂടാ. അവരെന്തെങ്കിലും ഈ ഉപ്പ് വാരി അങ്ങ് കറികളിൽ ഇട്ട് കൊടുക്കും. ഞാൻ പക്ഷെ എല്ലാം കലക്കിയാണ് ഒഴിക്കണം. പിന്നെ ഈ സവാളയൊക്കെ വഴണ്ട് വരാനാണെങ്കിൽ ഉച്ചപ്പുല അതിൽ ഉള്ളി ഇട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അത് വഴണ്ട് വരണമല്ലോ. നമ്മൾ വെള്ളം ഒഴിച്ചാൽ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചാറ്
കൊണ്ടാന്ന് നോക്കാം. ഇല്ല. എളുപ്പമുണ്ട്. അരഞ്ഞതിന് ശേഷം ഇതിലൊരു ട്രിക്കുണ്ട്, അത് കാണിച്ചു തരാം. നമുക്കൊരു മണവും ഒരു രുചിയൊക്കെ ചമ്മന്തിക്കറിക്ക് കിട്ടാം. ഇപ്പം ഇതിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട്, എന്നാലും അതല്ല. ചമ്മന്തിക്കറി തിളയ്ക്കുമ്പം പിരിന്നാണ് പിടിക്കൂലേ, അപ്പം നമുക്ക് അല്ലാതെ നോക്കാം. അപ്പം ചമ്മന്തിക്കറിയാണെന്ന് വന്ന് ഇനി തീ ഓഫ് ചെയ്യാം. അപ്പം ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മല്ലി ഉണ്ടല്ലോ, മല്ലിയില, ആഫ്രിക്കൻ മല്ലി നല്ലതാണ്. അതിങ്ങനെ കുറച്ചങ്ങനെ പിച്ചതിന് ശേഷം ഒരെല്ലാം മതി, നല്ല മണമുണ്ട്. ആ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം മുകളിൽ. നമ്മളെല്ലാത്തിനും ചേർക്കണം, മുട്ടക്കറി, മുട്ടയ്ക്ക് എല്ലാത്തിനും, തക്കാളി റോസ്റ്റ് എല്ലാത്തിനും ചേർത്ത് നല്ലതാണ്. ഇറച്ചിയിൽ ചേർക്കില്ലേ, ഇപ്പം നമുക്ക് പെട്ടെന്ന് മല്ലിയില കിട്ടൂല. നമ്മളെന്ത് ചെയ്യും, ഈ ഒരു ചെടി നട്ടിട്ടിരുന്ന പുളിയാണ്. അപ്പം മണം വരുന്നുണ്ട്. അപ്പം ചമ്മന്തിക്കറി റെഡിയായി. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് ഇപ്പം ഇനി ദോശ ചുടാൻ വേണ്ട, മാവ് കലക്കണം. വേണ്ട, മാവ് പൊങ്ങി വന്ന ദോശയാണ്. ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉഴുന്നും അരിയും കൂടെ വെള്ളത്തിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം അങ്ങ് ഒരു 5-6 വെള്ളം കഴുകി കളഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലാണ് ആട്ടണത്. ഉലുവേ ഇട്ട് വെച്ചേക്ക് ആ വെള്ളത്തിലാണ് ആട്ടിയെടുക്കുന്നത്. വേണ്ട, നല്ലോണം പൊങ്ങി വന്നായിരുന്നു മാവ്. ഇനി നമുക്ക് ഒരടുപ്പിലോട്ട് ചായക്ക് വെള്ളം വയ്ക്കാം. ഞാൻ രാവിലെ കട്ടൻ ചായ ഇട്ട് ഒഴിച്ച് മാറ്റി, മോള് ചായ കുടിക്കാത്തതുകൊണ്ട് കട്ടൻ ചായ ഇട്ട് ഒഴിച്ച് മാറ്റി വെച്ച്. അപ്പോൾ ഉലുവ വെള്ളം തിളപ്പിച്ച് ഇനി അതിലോട്ട് തേയില ഇട്ട് കൊടുക്കാം. ചോറാവിയെന്നാണ് നോക്കാം. ചോറാവി കുറച്ചുകൂടെ വെക്കണം. ഇത് രാത്രി വേണമെങ്കിൽ രാവിലെ വേണമെങ്കിൽ ഇരിക്കും ചോറ്. ഞാൻ ആവി ഇരിക്കുക, ഞാൻ തിളപ്പിക്കുകയില്ല. ഇപ്പം ചായക്ക് തേയില ഇട്ട് കൊടുക്കാം. തേയില, പഞ്ചസാര പോയി, പിന്നെ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ട് ഇനി എന്താ ചെയ്യാം, ഈ ഒരടുപ്പിലോട്ട് തീ കത്തിക്കാം. ഇതിലോട്ട് ദോശക്കല്ല് വെച്ച് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുകയാണ് ദോശക്കല്ല്. നോൺ സ്റ്റിക്കിന്റെ ദോശക്കല്ലല്ല കേട്ടോ, അല്ലാത്ത ദോശക്കല്ലാണ്. ഇത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് തന്നതാണ് ഈ ദോശക്കല്ല്. എനിക്ക് ഈ ദോശക്കല്ലില്ലേന്ന് ഒന്നും എടുക്കാതെ ഞാൻ മക്കളും ആളിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എനിക്കങ്ങനെ ഇപ്പം ദോശക്കല്ല് പാത്രങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ നമ്മൾ ഇത്തിരിയൊക്കെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, അത്യാവശ്യത്തിനൊക്കെ വാങ്ങിച്ചാണ്. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ ചട്ടി അങ്ങനെയൊക്കെ നമുക്ക് കുറവാണ്. വീട് ആയിട്ട് വാങ്ങിക്കണമല്ല, നമ്മൾ ഈ വാടക വീട്ട് വാങ്ങിച്ചിട്ടും കൊണ്ട് പിന്നെ ഇവിടെ നിന്ന് വാരിക്കെട്ടണ്ടേ. വീടായതിന് ശേഷം തിരിച്ച് വാങ്ങിക്കണം. നമ്മളിതിലാണ് ദോശ ചുടുന്നത്. നമുക്ക് എണ്ണ പെരക്കണം എടുക്കാം.
എണ്ണ കുറവും. എല്ലാവരും ദോശക്കല്ല് നല്ലെണ്ണയാണ് വരട്ടണത്. പക്ഷെ ഞാൻ സൺഫ്ലവർ ഓയില പാം ഓയില വരട്ടും. അതായത് ഇളം നല്ലതുപോലെ ഇളകി വരും. ഇതുവരെയും കുഴപ്പമില്ല. ഇന്നത്തെ ദോശ അങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. ഒരു മാവ് ഒഴിക്കും ഞാൻ. ദോശയൊക്കെ നന്നായിട്ടൊന്ന് തീ ഭയങ്കര തീ വേണ്ട കേട്ടോ. തീ കുറച്ചിടാം. ഇതെവിടെ ഇരിക്കട്ടെ. അങ്ങനെ പാലൊഴിച്ചു കൊടുക്കാം ചായക്ക്. ദോശ ഒന്ന് മറിച്ചിടാം. നല്ലപോലെ ഇളവണം കേട്ടോ. കണ്ട നല്ല വലിയ ദോശ. ഒരു കുഴപ്പമില്ല. ഇപ്പോഴും കുറച്ചുകൂടെ പാലൊഴിക്കാം. പാല് കുറവ് ചായക്ക്. മിൽമേരെ പാലാണ്. നമ്മൾ ഈ മുരളിയുടെ പാലായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്ന. ഇച്ചിരി കട്ടി കുറവാണ്. മുരളിയുടെ പാല് നല്ലതാണ്. വേണമെങ്കിൽ നമുക്ക് മസാല ദോശ ആക്കാം. വേണ്ട, വലിയ ദോശയായി. അടിപൊളി ദോശ. ചായ തിളക്കിട്ട് ചോറ് നന്നായിട്ട് ആവിയായി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ അടപ്പങ്ങ് മാറ്റി കൊടുക്കും. ചോറിൻ്റെ ആവിയിലാണല്ലോ വേവിക്കണം. വേവിച്ച ചോറ് ആവിയേറ്റണത്. ഇപ്പം ഇച്ചിരി നേരം ഞാൻ അടപ്പിളക്കിയിട്ടേക്കും. ഇല്ലെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങും. എന്നിട്ട് ഇനി ദോശ അടുത്തത് എടുക്കാം. വേണ്ട, നല്ല ദോശ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, മല്ലിച്ചപ്പ് ചമ്മന്തിക്കറി, ചായ റെഡി. ബൈ.